അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് നമ്മളെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ നമ്മളത് എങ്ങനെ പരിചയപ്പെട്ടോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി സിംഗിൾ ആണോ, അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന ചേട്ടൻ ഏതാണ്, ഈ മുസ്തഫ ആരാണ്, മോഡറേറ്റർ മോഡറേറ്റർ സോറി മോഡറേറ്റർ എവിടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളിങ്ങനെ പരിചയപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്കും ഞങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്തോ, ഒരേ സ്ഥലത്ത് എങ്ങനെ വർക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷമായി. ആണോ? 5 വർഷമായിരുന്നു. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഞാൻ റിസൈൻ ചെയ്തു നവംബറിൽ. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു ഇയാള്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം എന്റെ ഒരു ഫ്രണ്ടിനെ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും, അതായത് ഒരു സെപ്റ്റംബർ 27, 28 അങ്ങനെ 28 പോയ സമയത്ത് ഇയാൾ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അതായത് നമ്മൾ കയറുമ്പോ തന്നെയുള്ള ഒരു ലൈനിലായിരുന്നു ഇയാൾ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആ സമയത്ത് സെക്കൻഡ് ലീഡർ ആയിരുന്നു. അപ്പൊ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. അതല്ലാതെ അന്ന് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കണ്ട മിക്കവരും ഓർമ്മയുണ്ട്. കാരണം അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ അതിനുശേഷം ഞാൻ ഇയാളെ കണ്ടത്, ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് 7 മണി വരെ ഞാൻ ഓട്ടി നിൽക്കുമായിരുന്നു. കാരണം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അനിയന്റെ ഒപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ തുടക്കമൊക്കെ അല്ലേ, അപ്പൊ അതാണ് 7 മണി വരെ ഓട്ടി ചെയ്ത് നിൽക്കും. മാത്രമല്ല അവൻ സർവീസിൽ, ഞാൻ പ്രൊഡക്ഷൻ ലൈനില്ല. അപ്പോഴേക്കും അവന് വർക്ക് കഴിയുമ്പോഴേക്കും ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ 5 മണി തൊട്ട് 5:10 വരെ ബ്രേക്ക് ആവും. അപ്പൊ ആ വേക്കൻസി എടുക്കാൻ ഇയാളെ ഓട്ടി വന്ന് നിൽക്കില്ല. അപ്പൊ ഇന്നാണ് ഇറങ്ങി പോകണപ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചു. അതായത് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് അത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ കോഴിയാണ്. അങ്ങനെയല്ല, ഞാൻ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കണ ഒരാളാണ്. ഇപ്പൊ നിങ്ങളെ നാളെ കണ്ടാലും ഞാൻ നിങ്ങളുടെ മുഖത്തേക്കല്ലായിരിക്കും, നിങ്ങൾ ഇട്ടേക്കുന്ന ജീൻസിലേക്കൊക്കെ നോക്കണത്. ഞാൻ ഒരു നാളും ഇല്ലാതെ പോയിട്ട് പലരോടും ചോദിച്ചിട്ടുണ്ട് ഈ ജീൻസ് ഒക്കെ എവിടെ നിന്ന് വാങ്ങിക്കണം. കാരണം നമുക്ക് എവിടെ പോയാലും കിട്ടുന്നില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ഇതാളാണ് ഞാൻ. അവര് 2 മാസം കഴിഞ്ഞാലും ഞാൻ അവരുടെ മുഖം വെച്ചാലായിരിക്കും, അവരുടെ ഡ്രസ്സ് വെച്ചായിരിക്കും അവരെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അന്നെ ശ്രദ്ധിച്ചു കൊള്ളാം. ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ഡ്രസ്സിങ് അല്ല ആ ഒരെണ്ണം അതായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട്, അതായത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു, എടാ അതാരാന്ന് വെച്ചാൽ മുസ്തഫാന്ന് ഇങ്ങനെ പറഞ്ഞ ഓക്കെ, ഞാൻ പറഞ്ഞാ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അന്ന് ആ ഒരു പറയലല്ലാതെ ഇയാൾ ഓർമ്മില്ല. പിന്നെ ഞാൻ ഇയാളെ കാണുന്ന, ഇയാളെ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യണ ലൈനിൽ വന്നിരുന്നു. എന്നെ വേറൊരു അറ്റത്തേക്ക് മാറ്റി കുത്തി ഇങ്ങനെ എന്റെ ലീഡർ ചീത്തൊക്കെ പറയുന്ന ഒരു സമയം. ചീത്തയെന്ന് പറയുമ്പല്ല, ചെറുതായിട്ടൊന്നും വളർത്തിട്ടിരിക്കുന്ന സമയം. ഞാൻ ഭയങ്കര വിഷമം. അപ്പൊ ഇവന് അവിടെ ഓപ്പോസിറ്റ് വന്നിരിപ്പുണ്ട്. അന്ന് ഞാൻ വിളിച്ചത് ഏതാ ഇവനൊക്കെ ഉണ്ടാൻ പാടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇപ്പത്തെ ചെയറിലൊന്നും ഒരാളില്ല എന്നോട് സംസാരിക്കാൻ. എന്ത് പറ്റി, എന്താ വിഷമിച്ചിരിക്കുന്നത്, എന്താണ് കരയണേന്നൊക്കെ ചോദിക്കാൻ പാടില്ല. ഒന്നും ചോദിച്ചില്ല. അതിനുശേഷം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പിറ്റേ ദിവസം തോന്നണം അത് ആ ചേട്ടൻ പാടണതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളൊക്കെ പുറത്തു പോയി. അപ്പൊ വേറൊരു ചെറുക്കൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതായിരിക്കുന്നു. പിന്നെ ഇവൻ തിരിച്ചു വന്നിട്ട് ഇവരും വേറെ 2 പേരും കൂടി ഇട്ടിട്ട് പാട്ട് പാടുന്നു. ഒരെണ്ണം ഞങ്ങളുടെ ലൈനിലുള്ള ചെറുക്കൻ, ഒന്ന് ഇവന്റെ കൂടെ വന്ന ചെറുക്കൻ. അന്നൊക്കെ ഞാൻ ഈ വായും പൊളിച്ച് നോക്കി ഇന്നത് ഓർക്കുമ്പോ എനിക്ക് തൊഴിൽ ഇരിഞ്ഞു പോണ്. പക്ഷെ അന്ന് ആ പേര് ചോദിച്ചതും അതിനെ കുറിച്ച് ഞാൻ അപ്പൊ ആലോചിക്കണില്ല കേട്ടാ. അങ്ങനെയാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ട ഓർമ്മ. അതേ സമയത്ത് ഞാൻ ഇതൊരു വണ്ടിയിലൊക്കെ വീണിട്ട് കയ്യൊക്കെ മുറിവായ സമയത്ത് ഞാൻ എന്നോടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ മാറുന്ന സാധനമല്ലേ, ആ ഒരു സാധനം. അപ്പോഴാണ് ഞാൻ ഇയാളെ ആദ്യമായിട്ട് കണ്ടതും അല്ലെങ്കിൽ ഇയാളോട് സംസാരിച്ചതായിട്ടുള്ള എന്റെ ഒരു ഓർമ്മ. പിന്നെ ഞാൻ അവരോടൊക്കെ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കൊക്കെ വലിയ കയറി സംസാരിച്ചു. പിന്നെ ഇയാള് ഭയങ്കര അവിടത്തെ പോലെ പാട്ടുകാരനായതുകൊണ്ട് ഒരു സെലിബ്രേഷന്റെ സമയത്ത് ഇയാള് പാട്ട് പാടിയ സമയത്ത് ഞാൻ ഏത് പാട്ട് പാടാനൊന്നും മുന്നേ ഞാൻ ചോദിച്ചു ഏത് പാട്ടാണ് ഇപ്രാവശ്യം പാടാൻ പോണെന്നൊക്കെ പറഞ്ഞപ്പോ എന്താണ് കേട്ടാ മതി അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ ഷോ ഒക്കെ ഇറക്കിയിട്ടുള്ള ആളാണ്. ഇതാണ് ഞാൻ ഇയാളെ ആലോചിച്ച് കണ്ടതും ഇയാളായിട്ടുള്ള എന്റെ ഇത്. നീ പറയും ഞാൻ എന്താ പറയാ, എന്നെ ആദ്യമായിട്ട് കണ്ടത് ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ കൂട്ടുകാരിക്ക് വേണ്ടിട്ട് ഇന്റർവ്യൂവിന് വരുന്ന സമയം, കൂട്ടുകാരുടെ ഒപ്പം ഞാൻ ഇതിന് ഇന്റർവ്യൂവിന് വന്നേ. എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇന്റർവ്യൂവിന് വന്നേ. അതിന്റെ മുന്നത്തെ ഇന്റർവ്യൂവിന് വന്നതോ? ഞാൻ ഒരൊറ്റ ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളൂ. ഇതിപ്പോ ഈ വ്ളോഗിനതല്ലാവും, ഒരൊറ്റ ഇന്റർവ്യൂ വന്നിട്ടുള്ളൂ. അന്ന് അവൾക്ക് ജോയിൻ ചെയ്യാൻ അങ്ങനെ പറ. അപ്പൊ ജോയിൻ ചെയ്യാൻ പച്ച, എനിക്ക് ഏത് പച്ച, ഞാൻ അവളുടെ ഒപ്പം വന്നപ്പോ ഇട്ടത് ഒരു റെഡ് കളറിലെ ടോപ്പും ബ്ലാക്ക് ജീൻസും ആണ്. അതല്ലാതെ ഞാൻ ഇന്റർവ്യൂ വന്നപ്പോ വൈറ്റ് കളറിലെ ചുരിദാർ കൊണ്ടാണ് ഞാൻ വന്നത്. പച്ച കളറിലെ ഡ്രസ് അല്ല, പച്ച കളർ മുടി. നല്ല ഓർമ്മ. എനിക്ക് അന്ന് പച്ച കളർ മുടിയാണ്. പച്ചയല്ല, പീക്കോക്ക് വെച്ച പോലത്തെ സാധനം. പീക്കോക്ക് പച്ചയാ, എന്താ ഒരു കളറ്. ബാക്കി പറയും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അന്നത്തെ ദിവസം അത് കണ്ടു. നമ്മൾ വിചാരിക്കും ഇന്റർവ്യൂവിന് വന്നേക്കണത് തിരിച്ചു വരില്ല, ആ കൊലത്തിലേക്കാണ് വരുന്നത്. മുടിയൊക്കെ പച്ച കളറൊക്കെ അടിച്ച്. വേറെ ആരും ഇല്ല അങ്ങനെ അവിടെ.
അപ്പം വരൂല, നോക്കണ്ടല്ല. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ജോയിൻ ചെയ്ത് വന്ന് മുടി പച്ച കളർ അടിച്ചുകൊണ്ടാണ് അവിടെ വരുന്നത്. അന്ന് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ആരും അവിടെ ഇല്ല. എന്നാ അമ്പമാനിക്കണ നീ. അങ്ങനെ ആരും ഇല്ല അവിടെ. ആരുള്ളേ? ശരി, അടുത്ത പറയും. അങ്ങനെയാണ് അവിടെ വരുന്നത്. അപ്പൊ ഇനി ജോയിൻ ചെയ്യാൻ വന്നു. ആ സമയത്ത് കണ്ടു. പിന്നെ ഇടക്കിടക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കാണുക. അപ്പുറത്തെ ലൈനില്, ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ലൈനിൽ വർക്കില്ലാത്ത സമയത്ത് അപ്പുറത്തെ ലൈനിൽ പോയിരിക്കും. അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ വേറെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടൊന്നുമില്ല. ഇയാൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഓക്കെ, ഞാൻ പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇതുപോലെ ലീവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു കല്യാണക്കാരൊക്കെ ഇങ്ങനെ വീട്ടിൽ സംസാരിച്ചു പോയി. ജസ്റ്റ് ഒരു ഇത്. അപ്പൊ ഞാനിത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു ദിവസം ലൈനിൽ വന്നിട്ട് എന്റെ കൂട്ടുകാരോട് പറഞ്ഞത്, ഇവന്റെ കൂട്ടുകാരിയായി എന്റെ കൂട്ടുകാരിനോട് പറഞ്ഞു. ആദ്യം എന്റെ കൂട്ടുകാരിയായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു വരി ഇങ്ങനെ ഞാൻ ഓക്കെ അല്ല, ഇങ്ങനെ കല്യാണക്കാരൊക്കെ ഉണ്ടോ വീട്ടിലൊക്കെ പറയണ്ട്, സത്യമാണ് എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അവൾ എന്റെ അടുത്തോട് ഞാൻ ഒരാളെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഓക്കെ ആണോ ചോദിച്ചപ്പോ ഞാൻ ആരാ ചോദിച്ചപ്പോ പിന്നെ ഈ പുസ്തകം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞു. അതൊന്നും എനിക്ക് ഇവരെ അതേപോലെ ഇത് ഇഷ്ടം പോലെ സത്യമായിട്ട് എനിക്ക് ഇഷ്ടം കണ്ണു നേരം കണ്ടോളൂ. ഇപ്പോഴും എനിക്ക് ചില സമയത്ത് എനിക്ക് ഇഷ്ടമല്ല, ദേഷ്യം വരും. അപ്പൊ ഇവര് എടുത്ത് പറഞ്ഞു, മുത്തപ്പ എന്നോട് പറഞ്ഞു അവന്റെ ഒരു കൂട്ടുകാരന് ഇങ്ങനെ അതായത് എനിക്ക് ലൈനുണ്ടോന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഇത് പിന്നെ ഒരു ദിവസം കണ്ടപ്പോ പിന്നെ അന്വേഷിക്കും ഇങ്ങനെ അവളോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇവക്കത് എന്നോടൊന്ന് പറയാനൊരു മടി, അതുകൊണ്ട് എന്നെ പേടിച്ചിട്ടാണ് ഇത്ര നാള് പറയാതിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി ആർക്കാണ് എന്താണെന്ന് അന്വേഷിക്കും പറഞ്ഞപ്പോ പറഞ്ഞു ഇവന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പ്രാവശ്യം കേട്ട് 2 പ്രാവശ്യം കേട്ട് പിന്നെ നമുക്കൊരു ആകാംക്ഷ ഏതാണ് കൂട്ടുകാരനൊക്കെ കണ്ടാൽ ഇങ്ങനെ ഞാൻ ഈ പുറത്ത് ഈ ബ്രേക്കിനൊക്കെ ടോയ്ലറ്റ് പോകാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കി ഇവര് ഇങ്ങനെ പോകണ്ട. അപ്പൊ ഞാൻ അവളെ പറഞ്ഞു ചെല്ലടി പോയി ചോദിക്കടി. ഞാനാണെങ്കിൽ എന്റെ കയ്യിലുള്ള എല്ലാ കൂട്ടുകാരോടും പറഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയണ്ട ആരാണ് ഇനി. ഞങ്ങളിങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യും. അവൻ ചോദിച്ചും അടുത്ത കൂട്ടുകാരനെ ഏതാ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണ്ട. പിന്നെ ഇവര് പറഞ്ഞ് ഇവള് പോയി ചോദിക്കുമ്പോഴേക്ക് ഇവന് ഇങ്ങനെ ഈ കളിയാക്കൊണ്ടിരിക്കും. എന്താണ് ക്ലൂ ഒന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ലാസ്റ്റ് അങ്ങനെ നാണമില്ലാതെ ഞാൻ സമയം നോക്കണ്ടെന്ന് നാണമില്ലാതെ ഞാൻ ഇവന്റെ അടുത്ത് പോയി മിണ്ടി. ഞാൻ ഇവന്റെ അടുത്ത് പോയി ചോദിച്ചു നീ ആരുടെ കാര്യമാണ് പറയണത്. അപ്പൊ ഇവൻ ആര് എന്ത് ഏതാണ്ട് നമ്മളെ പൊട്ടനാക്കണ പോലെ. അന്നൊക്കെ എനിക്ക് ഇവനെ എന്റെ കയ്യിലെങ്ങാ കിട്ടിയ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇവൻ എന്റെ അടുത്തൊന്നും കാര്യം ആള് വരും. അപ്പൊ എനിക്കൊന്നും തരാ. ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളതാ, നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിലുള്ളതാണ്, സർവീസിലുള്ളതാണ്, ഇനി ഇവിടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണതാണ്. അപ്പൊ വരും, പ്രശ്നമൊന്നുമില്ലല്ലോ, വരും എന്ന് പറഞ്ഞു. ശരി, അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൊറേ പറയും ഏതവനാണ് അവന് ധൈര്യം ഇല്ലാത്തവനൊക്കെ ഞാൻ കൊറേയൊക്കെ പറയായിരുന്നു കേട്ടാ. ലാസ്റ്റ് ഒരു ദിവസം പുറത്തേക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് ഇവനൊക്കെ ഈ ബാത്റൂമിന്റെ സ്റ്റെപ്പിലേക്ക്. അപ്പൊ ഞാൻ ആരൊന്നും പറയുന്നില്ല, തിരുന്ന് കടിക്കോ എന്റെ അടുത്ത് തന്നെ പറയുന്നു വാവർ. അപ്പൊ നമ്മളങ്ങനെ കമ്പനിയുടെ അകത്തേക്ക് കയറുന്നേട്ടാ. സമയത്ത് വേണ്ടി ആരോടും പറയുന്നു സത്യം ചെയ്തായിരുന്നു. ഞാൻ സത്യം ചെയ്തെന്ന് നിമിഷ നേരം കൊണ്ട് ഞാൻ ഇനിയിപ്പോ എല്ലാവരോടും പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം ചെയ്ത് നോക്കിയപ്പോഴേക്ക് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു ഒരു ക്ലൂ തരാന്ന് പറയും. ഇതില് ഞാനിപ്പോ ഇത്ര പറഞ്ഞോളൂ. അടുത്ത ബ്ലോഗിൽ അതായത് പാർട്ട് 2 ആയിട്ട് ഞാൻ ബാക്കി ഞാൻ പറയാം. ഇയാളെ ക്ലൂ തന്നു, ആ ക്ലൂ ഞാൻ ആളെ പിടിച്ചു കേസ്. അങ്ങനെയാണ് നിങ്ങള് കമ്പനി ആയത്. ഓക്കെ.